സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന എപ്പിസോഡ് മലയാളത്തിൽ കുറച്ചുകൂടി എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വരാനിരിക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. ഇതിൽ വരുൺ രാധികയെ ദേവനാരായണൻ തിരുമേനി എടുത്തു വളർത്തുന്ന മകളാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ എപ്പിസോഡ് വരുന്നത്. ദേവനാരായണൻ തിരുമേനി തൻ്റെ മൂത്ത മകളായിട്ട് വളർത്തുന്നത് രാധികയാണെന്നും താൻ സ്നേഹിച്ച പെണ്ണിൻ്റെ പേര് മാറിപ്പോയി, ആ പേര് മാറിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും പ്രിയങ്ക ഈ വീട്ടിൽ കടന്നുകൂടാനും കാരണമായത് എല്ലാം അതാണെന്ന് വരുൺ തിരിച്ചറിയുവാണ്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞതിനൊക്കെ ശേഷം വരുൺ രാധികയെ പലതവണ കാണുന്നുണ്ട്. വരുൺ രാധികയോട് പലതവണ ചോദിക്കുന്നുണ്ട്, വിവാഹ ദിവസം തൻ്റെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയത്, അതെനിക്ക് ഉറപ്പാണ്. ആ ഒരൊറ്റ കാര്യം സമ്മതിച്ചാൽ മാത്രം മതി താൻ, പിന്നെ എനിക്ക് ആര് നമ്മളെതിർത്താലും ഒരു കുഴപ്പമില്ല. തൻ്റെ കൈയും പിടിച്ച് കണിമംഗലത്തേക്ക് ഞാൻ കയറി ചെല്ലും. എന്നിട്ട് അവിടെ കള്ളം പറഞ്ഞ് താമസിക്കുന്ന അവളുണ്ടല്ലോ, ആ പ്രിയങ്ക, അവളെ അടിച്ച് പുറത്താക്കും. ഈ സത്യങ്ങളൊക്കെ പറഞ്ഞ മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാം എൻ്റെ കൂടെ നിൽക്കും, അവരെല്ലാവരും തന്നെ അംഗീകരിക്കും. എന്നാൽ രാധിക അത് സമ്മതിക്കുന്നില്ല. രാധിക പറയുവാണ്, ഇല്ല, പ്രിയങ്കയാണിപ്പോൾ വരുണിൻ്റെ ഭാര്യ, എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർത്തുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട, ദയവ് ചെയ്ത് ഇതും പറഞ്ഞ് വരുണിൻ്റെ പിന്നാലെ വരരുത്. അങ്ങനെ രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരുണും അല്ലാതെ സങ്കടമാകുക. പക്ഷേ വരുൺ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, വിവാഹ മണ്ഡപത്തിൽ മുഹൂർത്ത സമയത്ത് പ്രിയങ്ക ഉണ്ടായില്ലെന്നും ആ സമയത്ത് രാധികയാണ് ഉണ്ടായതെന്നും താൻ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലാണെന്നും എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കാനായിട്ട് വരുൺ അതിനുള്ള തെളിവുകൾ ശേഖരിക്കാൻ പോകുവാണ്. ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ പരമേശ്വരൻ തൻ്റെ സ്വത്തുക്കളും ബിസിനസ് സാമ്രാജ്യങ്ങളും എല്ലാം വരുണിനെ ഏൽപ്പിക്കാൻ ഉള്ള തീരുമാനം വീട്ടുകാർക്ക് മുമ്പിൽ പറയുന്നത്. അങ്ങനെ പരമേശ്വരൻ്റെ ഈ തീരുമാനം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ചന്ദ്രശേഖരനും കൽപ്പനയും ഉർവശിയും ഗൗതമും ഒക്കെ. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഈ ഒരു സ്വത്തിൻ്റെ കൈമാറ്റം എങ്ങനെയെങ്കിലും തടയണമെന്ന് തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ചന്ദ്രശേഖരൻ വരുണിനെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. വരുണിൻ്റെ ജീവൻ എടുക്കാനായിട്ട് കുറച്ച് കുട്ടികൾക്ക് ചന്ദ്രശേഖരൻ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല, അവൻ്റെ മരണം നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്നെ വരുൺ പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് ഇറങ്ങുമായിരിക്കും. ഈ സമയം ചന്ദ്രശേഖരൻ ആ ഒരു ടൈമിൽ തന്നെ ഗുണ്ടകളെയൊക്കെ വിളിച്ച് ഏർപ്പാടേക്കുക. അതെ, അവനിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം, ഒരു തെളിവ് പോലും അവശേഷിക്കാൻ പാടില്ല, അക്കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ് അവർ കോൾ കട്ടാക്കുവാണ്. അങ്ങനെ വരുൺ കാറിൽ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം വരുണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുവാണ് കേട്ടോ. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുൺ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്ത് ചന്ദ്രശേഖരൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ഒരു ടിപ്പർ ലോറിയിൽ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പുറത്തിറങ്ങി ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന വരുണിനെ ആ ഒരു ലോറി കൊണ്ട് അവർ ഇടിച്ചു തെറിപ്പിക്കുകയുണ്ടോ. അങ്ങനെ വഴിയരികിൽ ചോറ് പറന്ന് കിടക്കുവാണ് വരുൺ. ഈ ഒരു സമയത്ത് തന്നെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാധികയുടെ കഴുത്തിൽ നിന്നും താലി പൊട്ടി വീഴുവാണ് കേട്ടോ. ആ കാഴ്ച കാണുമ്പോൾ രാധിക അങ്ങ് ഞെട്ടിപ്പോകുക. ഈശ്വര, താലി പൊട്ടി വീണു, ഇതൊരു ദുസൂചനയാണല്ലോ. എന്താ കണ്ണ, ഇനി വരുണിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ? അതിൻ്റെ സൂചനയായിരിക്കും ഇത്. ഭഗവാനെ, അങ്ങനെയൊന്നും സംഭവിക്കല്ലേ, വരുണിന് ഒരാപത്തും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് രാധിക കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ICUയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം തന്നെ വിവരങ്ങൾ അറിഞ്ഞ് കണിമംഗലത്ത് നിന്ന് അച്ഛനും അമ്മയും പ്രിയങ്കയും മുത്തശ്ശിയും എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതേസമയം ദേവനാരായണനും ഈ വാർത്ത അറിയുവാണ്. അങ്ങനെ വീട്ടിലെത്തുന്ന ദേവനാരായണൻ വരുണിന് അപകടം പറ്റിയെന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും രാധികയാണെങ്കിൽ ആകെ തകർന്നു പോകുക. ഈ സമയം അപ്പം തന്നെ യശോദയും മുത്തശ്ശിയും ദേവനും ഒക്കെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം രാധികയും കൂടി വരുണിനെ കാണാൻ ഹോസ്പിറ്റലിൽ വരുവാണെന്ന് യശോദയോട് പറയുവാണ്. എന്നാൽ ഈ സമയം മുത്തശ്ശി തടയുക, വേണ്ട, നീ ആ പരിസരത്ത് പോലും വന്നു പോകരുത്, അല്ലെങ്കിൽ തന്നെ നീ ഓടിപ്പാഞ്ഞു പോകാൻ അവൻ നിൻ്റെ ആരും അല്ലല്ലോ. എൻ്റെ വാക്ക് ധിക്കരിച്ച് നീ ഈ വീടിന് പുറത്തിറങ്ങിയ പിന്നെ നിന്നെ ഈ വീട്ടിൽ ഞാൻ കയറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ചങ്ക് പൊട്ടി കരയുവാണ്. പൂജാമുറിയിൽ ചെന്ന് ഭഗവാനോട് വരുണിൻ്റെ ജീവന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഡോക്ടേഴ്സൊക്കെ വരുണിനെ പരിശോധിച്ചിട്ട് പറയണേ, വരുണിൻ്റെ നില സീരിയസ് ആണ്, മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല, മാത്രമല്ല രക്തം വല്ലാതെ പോവുകയും ചെയ്തു, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ, വരുണിൻ്റെ കാര്യത്തിൽ ഒരുറപ്പ് പറയാൻ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഞങ്ങൾക്കാവില്ല എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്നതും പരമേശ്വരൻ അവിടെ കൊഴിഞ്ഞു വീഴുവാണ് കേട്ടോ. അങ്ങനെ പരമേശ്വരനെയും അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുവാണ്. ഇതേസമയം രാധികയായിട്ട് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുവാണ്. ഭഗവാന് മുന്നിൽ വരുണിൻ്റെ ജീവൻ തിരികെ കിട്ടാനായിട്ട് കരഞ്ഞപേക്ഷിക്കുകയാണ്. വരുണിന് വേണ്ടി പല വഴിപാടുകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല വരുണിൻ്റെ ജീവൻ മടക്കി കിട്ടുന്നതിനായിട്ട് തീക്കട്ടയിലൂടെ നടക്കുകയും മറ്റും രാധിക ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ വഴിപാടുകളൊക്കെ നടത്തി അതിൻ്റെ പ്രസാദമായിട്ട് രാധിക ഹോസ്പിറ്റലിൽ എത്തുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ രാധിക ഓർക്കുവാണ്. മുത്തശ്ശിയോ പ്രിയോ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവരൊരിക്കലും എന്നെ അകത്തേക്ക് കയറ്റില്ല, വരുണിനെ എനിക്ക് കാണാനും പറ്റില്ല, എങ്ങനെയെങ്കിലും ഈ പ്രസാദം വരുണിൻ്റെ നെറ്റിയിൽ തൊടിയിക്കണം, അതിനിപ്പോൾ എന്തോ ഒരു വഴി. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ ആലോചിച്ച് നിൽക്കുമായിരിക്കും.
പതിയെ പതിയെ ഐസുവിൻ്റെ അവിടെ എത്തുവാണ്. ഐസുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൽപ്പനയും ഉർവശിയും വരുണിൻ്റെ അമ്മയും മുത്തശ്ശിയും അതുപോലെ പ്രിയങ്കയും എല്ലാവരും ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അകത്ത് കയറുക എന്നുള്ളത് പ്രയാസമാണ്. എന്തു ചെയ്യും എന്ന് പറഞ്ഞ് രാധിക അവിടെ ആലോചിച്ച് നിൽക്കുമായിരിക്കും. പെട്ടെന്നാണ് നേഴ്സുമാരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂം കാണുന്നത്. അങ്ങനെ രാധിക ആ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടെ നേഴ്സുമാരൊക്കെ ധരിക്കുന്ന ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ രാധിക അതിൽ നിന്ന് ഒരു യൂണിഫോം ഡ്രസ്സ് എടുത്ത് ധരിച്ച് മാസ്ക് വെച്ചിട്ട് ICUവിലേക്ക് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ കൂടി കയറി പോകുവാണ്. അങ്ങനെ നേഴ്സിൻ്റെ വേഷത്തിലായതുകൊണ്ട് തന്നെ ആർക്കും രാധികയെ മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ രാധിക ICUവിലെത്തുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന വരുണിനെ കണ്ട് വല്ലാതെ ടെൻഷനാകുക. വരുണിൻ്റെ ആ കിടപ്പ് കണ്ട് രാധികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രാധിക വരുണിൻ്റെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയണേ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, എത്രയും പെട്ടെന്ന് വരുൺ കണ്ണു തുറക്കും, ഇത് അമ്പലത്തിലെ പ്രസാദം, ഇത് ഞാൻ തന്നെ എൻ്റെ വരുണിൻ്റെ നെറ്റിയിൽ ചാർത്തി തരും. അങ്ങനെ ആ പ്രസാദം എടുത്ത് രാധിക വരുണിൻ്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുക. എന്നിട്ട് പറയണേ, എൻ്റെ കഴുത്തിൽ താലി കെട്ടി ഭർത്താവ് എന്നും എപ്പോഴും ആഴ്ച ആരോഗ്യത്തോടു കൂടി ജീവിക്കണം, ഒരു വിധിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ വരുണിനെ. അങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കുവാണ്ട് രാധിക. ഈ സമയത്ത് തന്നെ വരുൺ പതിയെ കൈകൾ അനക്കുന്നുണ്ട്. അത് കാണുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. എന്നിട്ട് രാധിക പെട്ടെന്ന് തന്നെ ICUവിന് പുറത്തേക്ക് പോയി ഡോക്ടറെ വിവരം അറിയിക്കുക. ഡോക്ടർ, ICUവിലെ ആ പേഷ്യൻറ്റ് കൈകൾ ചലിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുന്നതും ഡോക്ടർ വേഗം തന്നെ ICUവിലേക്ക് പോകുവാണ്. ഈ സമയം രാധിക അവിടെ നിന്ന് മാറി മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പോയി വരുണിനെ പരിശോധിക്കുകയാണ്. പരിശോധിച്ചിട്ട് പുറത്ത് വന്ന് എല്ലാവരോടോട്ട് പറയണേ, അതെ, ഒരു വലിയ മാജിക് തന്നെ വരുണിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. വരുണിൻ്റെ ബോഡി മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഡോക്ടറുടെ നാവിൽ നിന്നും ആ വാക്കുകൾ കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും സമാധാനം വന്നത്. ഈ സമയം ദൂരെ നിൽക്കുന്ന രാധിക ഇതെല്ലാം കേട്ട് സന്തോഷിക്കുന്നുണ്ടാകും. അങ്ങനെ രാധിക ഭഗവാനോട് നന്ദിയൊക്കെ പറയുവാണ്. പിന്നീട് വരുൺ കണ്ണു തുറക്കുവാണ് കേട്ടോ. ഈ സമയം വരുണിനെ കാണാനായിട്ട് മുത്തശ്ശിയും അമ്മയും അച്ഛനും ഒക്കെ അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ വരുണിന് കുഴപ്പമൊന്നുമില്ലെന്ന് കാണുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാകുവാണ് കേട്ടോ. അവരുടെ കൂടെ പ്രിയങ്കയും അകത്തേക്ക് കയറുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, മോളെ, നിൻ്റെ പ്രാർത്ഥന കാരണോ വരുണിപ്പോൾ ജീവനോടെ തിരികെ വന്നത്. വരുൺ, നിനക്കറിയോ, നിനക്ക് അപകടം പറ്റിയ ആ സെക്കൻഡ് മുതൽ പ്രിയങ്ക മോള് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണെങ്കിലും മോൾ ഇവിടെ വരുണിൻ്റെ കൂടെ കുറച്ച് നേരം നിൽക്കും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും അമ്മയും അച്ഛനൊക്കെ പുറത്തേക്ക് പോകുവാണ്. അന്നേരം വരുൺ പ്രിയങ്കയോട് ചോദിക്കണേ, രാധിക എവിടെ? രാധികയോ? അതിന് ചേച്ചി ഹോസ്പിറ്റലിലൊന്നും വന്നിട്ടില്ല. അന്നേരം വരുൺ പറയണേ, കള്ളം പറയണ്ട, രാധിക വന്നിരുന്നു, അവളെൻ്റെ അരിക്ക് വന്നതാ, ഞാനത് അനുഭവിച്ചറിഞ്ഞതാ. അന്നേരം പ്രിയങ്ക പറയണേ, ഞാൻ സത്യം പറഞ്ഞത് വരുൺ, ചേച്ചി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടേ ഇല്ല. ഈ സമയം വരുൺ പറയണേ, ആദ്യം നീ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ, നിന്നെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ വേഗം ഇവിടുന്ന് പോകുന്നുണ്ടോ? അങ്ങനെ വരുൺ പറയുന്നത് കേട്ടിട്ട് ദേഷ്യപ്പെട്ട് പ്രിയങ്ക പുറത്തേക്ക് പോകുവാണ്. ഈ സമയം പ്രിയങ്കയും മുത്തശ്ശിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക. അവർ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ആയിരിക്കും അവിടെ രാധിക നിൽക്കുന്നത്. അങ്ങനെ രാധിക സാരി കൊണ്ട് മുഖമൊക്കെ മറച്ച് അവരുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞു നിൽക്കുവാണ്. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, ഞാൻ വരുണിനെ കാണാനകത്ത് കയറിയപ്പോൾ വരുൺ പറയുക, ചേച്ചി ഇവിടെ വന്നിരുന്നു പോലും, എൻ്റെ രാധികയുടെ സാമീപ്യം എനിക്കറിയാൻ പറ്റുപോലും. എനിക്കെന്തോ അത് കേട്ടപ്പോൾ അങ്ങ് ദേഷ്യം വന്നു. അന്നേരം മുത്തശ്ശി പറയണേ, അവളിവിടെ വരാൻ ഒരു സാധ്യതയില്ല, ഞാൻ അങ്ങനെ അവളെ വിരട്ടിയത്. അവളെങ്ങാനും ഇങ്ങോട്ട് വന്നാലേ പിന്നെ അവളെ ഞാൻ തിരിച്ച് ആ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഈ അവസരം നീ നല്ലപോലെ ഉപയോഗിക്കണം മോളെ. വരുണിന് വേണ്ടി നീ നിന്റെ ജീവൻ പോലും കളയാൻ തയ്യാറാകുമെന്ന് നീ വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്തണം. ഈ സമയം അവിടെ നിൽക്കുന്ന രാധികക്കാണെങ്കിൽ വരുൺ താൻ വന്നതൊക്കെ തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമാകുവാണ്. അപ്പോൾ ഈ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്